കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. SDP-യുമായി ഒരു നീക്കുപോക്കും CPM ഉണ്ടാക്കിയിട്ടില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. അവരുടെ ശൈലി ജനാധിപത്യ പ്രവർത്തനത്തിന് ഗുണമല്ലെന്നും PDP പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. PDP-യുടെ പഴയ നിലപാടല്ല ഇപ്പോഴെന്നും അത് മദനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CPIM യാതൊരു നീക്കുപോക്കും ഉണ്ടാക്കിയിട്ടില്ല, ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. SDP ഇപ്പോൾ നടത്തുന്ന പ്രവർത്തന ശൈലി ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുഗുണമല്ല എന്ന അഭിപ്രായമാണ് CPIMൻ്റെ നിരീക്ഷണം. ഇത്തരത്തിലുള്ള പാർട്ടികളെല്ലാം അവരുടെ നിലപാടുകൾ തിരുത്തണം, ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തന ശൈലി അവർ സ്വീകരിക്കണം. അവർക്ക് തന്നെ നല്ലതല്ല മറ്റു തരത്തിലുള്ള രീതികൾ പിന്തുടരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ മതരാഷ്ട്രവാദികളാണ്. അപ്പം അങ്ങനല്ല, ആ നിലപാട് ഞങ്ങൾക്കില്ല എന്നാണെങ്കിൽ അതവർ തുറന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. അതാണ് ഈ പാർട്ടികളെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ആരൊക്കെയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവരുണ്ട്. അവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് LDF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. PDPയുടേതായ നിലയിൽ അതിൻ്റെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുമെന്ന്. അത് PDPയുടെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആശ്രയം എന്ന നിലപാട് PDP പിന്തുടർന്നുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനമാണ്. 99% പേരും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഉറച്ചു നിൽക്കുന്നവരാണ്. വളരെ കുറച്ചു പേർ മാത്രമേ വിട്ടുപോകുന്നുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി കണക്ക് അവതരിപ്പിക്കുന്നതിൽ പിഴവ് പറ്റിയിട്ടില്ല. കേന്ദ്ര കമ്മിറ്റി മുതൽ ഏരിയ തലം വരെ കൃത്യമായി കണക്ക് അവതരിപ്പിക്കുന്ന പാർട്ടിയാണ് CPM. പാർട്ടിയുടെ ഭരണഘടനയിൽ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കണക്കുകൾ ഇത്രമാത്രം സൂക്ഷിക്കുന്ന ഒരു പാർട്ടി CPMനെ പോലെയില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് CPM BJPയിൽ ഡീലെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നത് വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നതിനു വേണ്ടിയാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഇവർക്ക് താൽപ്പര്യമല്ല. വടകരയിലും ബേപ്പൂരിലും BJP UDF സ്ഥാനാർത്ഥികൾ ഒരാളായിരുന്നുവെന്നത് ചരിത്രമാണ്. രണ്ടിടത്തും BJP സഖ്യത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണെന്നും MA ബേബി പറഞ്ഞു. ദേശീയ തലത്തിൽ ഫാസിസ്റ്റ് ഭരണം നടത്തുന്ന BJPയെ തോൽപ്പിക്കാൻ സാധ്യമായ എല്ലാ കക്ഷികളെയും ചേർത്ത് നിർത്തുകയെന്നാണ് CPMന്റെ നയം. ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തമാക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. എന്നാൽ സഖ്യകക്ഷികളെ വഞ്ചിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തിയാണ് സഖ്യം മത്സരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മന്ത്രി മനീഷ് സിംഗ് സിസോദിയെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് കോൺഗ്രസ് ആണെന്നും MA ബേബി പറഞ്ഞു. കോടതിയിൽ ഇരുവരും കുറ്റക്കാരല്ലെന്ന് പിന്നീട് തെളിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ C. സുനിൽകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, ട്രഷറർ K. സതീശൻ എന്നിവരും സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. അരുൺ A എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു B എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? കണാരി അതേ മാഷെ, കണാരിൽ നിന്ന്. മാഷി കണാരിൽ നിന്ന് പടക്കം വാങ്ങി നോക്കി, അപ്പൊ മനസ്സിലാകും. വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.